ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 29 വിശുദ്ധ തോമസ് ബക്കറ്റ്. തോമസ് ലണ്ടനിലെ രാജപ്രതിനിധിയായ ഗിൽബർട്ടിന്റെ മെറ്റില്ലയുടെയും പുത്രനായി 1918 ജനിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹത്തിന് 24-ാമത്തെ വയസ്സിൽ കാൻറ്റർബറി മെത്രാപ്പൊലീത്ത ആയ തിയോബാൾഡിന്റെ ഭവനത്തിൽ ഉയർന്ന ഉദ്യോഗം ലഭിച്ചു. മെത്രാപ്പൊലീത്തയുടെ സമ്മതത്തോടുകൂടി തന്റെ ജോലിയോടൊപ്പം വൈദിക പഠനവും നിർവഹിച്ചു. 1954 ഡീക്കനായും തുടർന്ന് കാൻറ്റർബറിയിലെ ആർച്ച് ഡീക്കനായും നിയമിക്കപ്പെട്ടു. തിയോബാൾഡ് മെത്രാപ്പൊലീത്തയുടെ മരണശേഷം 1162 വൈദികനായും തുടർന്ന് മെത്രാനായും മെത്രാപ്പൊലീത്തയായും അഭിഷിക്തനായി. അക്കാലം മുതൽ തന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക താപസ്യ ചൈതന്യം പുലർത്തി. അധികം വൈകാതെ രാജാവ് സഭാകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുവാനും സഭയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനും മുതിർന്നു. കാൻറ്റർബറിയിൽ നിന്ന് പോലും വിശ്വാസികളുടെ നേർച്ചപ്പണം തട്ടിയെടുക്കാൻ മടിച്ചില്ല. ഇതിനെ മെത്രാപ്പൊലീത്ത എതിർത്തു. രാജാവിന് കൂട്ടുനിന്ന മെത്രാന്മാരുടെ മെഹ്റോൻ ശിക്ഷ ഒഴിവാക്കണമെന്ന് രാജാവ് മെത്രാപ്പൊലീത്തയോട് ആവശ്യപ്പെട്ടു. ക്രോധാവേശം കൊണ്ട് രാജാവിന്റെ കൽപ്പന അനുസരിച്ച് പടയാളികൾ മെത്രാപ്പൊലീത്തയെ ഈർപ്പിടത്തിൽ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോയി ശിരച്ഛേദനം ചെയ്തു. മെത്രാപ്പൊലീത്തയുടെ രക്തരൂക്ഷിതമായ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം കത്തീഡ്രലിൽ അനാഥമായി കിടന്നു. ഏറെ നേരം കഴിഞ്ഞ് സമുച്ചിതത വീണ്ടെടുത്ത വൈദികരും അൽമായരും ഉൾപ്പെടെ അനവധി ആളുകൾ ഭദ്രാസന ദേവാലയത്തിൽ സമ്മേളിച്ചു. തങ്ങളുടെ ഇടയന്റെ മൃതദേഹം അവർ ആദരപൂർവ്വം കാൻറ്റർബറിയിൽ വെച്ച് തന്നെ സംസ്കരിച്ചു. നന്ദി.